പുനരന്വേഷണങ്ങളുടെ കാലമാണ് ഇപ്പോൾ കേരളത്തിൽ. LDFന്റെ ഭരണകാലത്ത് നടന്ന പല സംഭവങ്ങളെയും വീണ്ടും ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുക, അതിന് പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SIT ടീമിനെ നിയോഗിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മലയാളി മറന്നുപോകാൻ സാധ്യതയില്ലാത്ത കാഫിർ വിവാദം വീണ്ടും അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. അന്വേഷിക്കട്ടെ, സത്യം കണ്ടെത്തണം എന്ന് ശൈലജ ടീച്ചർ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും ആ കാലം, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം. വടകരയിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരിക്കുമ്പോൾ ഒരു വീഡിയോ ഇറങ്ങി. അത് ശൈലജ ടീച്ചർക്ക് എതിരെയുള്ള വീഡിയോ ആയിരുന്നു. അതിൽ ശൈലജ ടീച്ചർ സംസാരിക്കുന്നതാണ് കാണുന്നത്. ടീച്ചർ പറയുകയാണ്, മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്. ആ വീഡിയോ വലിയ പ്രചാരണമായി. അസത്യം നാടാകെ ഓടി. സത്യം ചെരുപ്പിട്ടിറങ്ങാൻ അല്പം വൈകി. ഈ ഇന്റർവ്യൂ നടത്തിയിരുന്ന റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ, അയാൾ തന്നെ പുറത്തു വന്ന് ആ വീഡിയോയുടെ പൂർണ്ണരൂപം പറഞ്ഞു. അതിലിങ്ങനെയായിരുന്നു: മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാ? ആരാ പറഞ്ഞത്? ആ ചോദ്യത്തിൽ നിന്ന് ചോദ്യത്തെ എടുത്തു മാറ്റി ടീച്ചർ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞതായി പ്രചരിപ്പിച്ചത് എന്തിനായിരുന്നു? ടീച്ചർ ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് വരുത്തി തീർക്കാൻ. അന്വേഷണമായി ഇത് പ്രചരിപ്പിച്ച പ്രതിയെ പിടിച്ചു. അയാൾ ഒരു UDFകാരനായിരുന്നു. അത് കെട്ടടങ്ങും മുമ്പ് ടീച്ചർക്കെതിരെ അടുത്ത വർഗീയ ആയുധം വന്നു. അതിങ്ങനെയായിരുന്നു: മർക്കസിന്റെ ലെറ്റർ പാഡിൽ ഇത് ടീച്ചറമ്മയല്ല, ബോംബമ്മയാണ്. ഒരു കാലത്ത്, പ്രത്യേകിച്ചും കോവിഡ് കാലത്ത്, കേരളമാകെ സ്നേഹത്തോടെ ശൈലജ ടീച്ചർ വിളിച്ച പേരാണ് ടീച്ചറമ്മ. ആ പേരിനെ ഒന്ന് ദുഷിപ്പിക്കണം, ഒപ്പം അവർ മുസ്ലിം വിരുദ്ധയാണെന്ന് പ്രഖ്യാപിക്കണം. ഒരു വെടിക്ക് രണ്ടു പക്ഷി. ഇത് ടീച്ചറമ്മയല്ല, ബോംബമ്മയാണ്. വരുന്നതോ മർക്കസിന്റെ ലെറ്റർ പാഡിൽ. മർക്കസ് ആരുടേതാണ്? AP വിഭാഗത്തിന്റേതാണ്. പൊതുവെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് AP വിഭാഗം, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതാണ് എന്ന് പൊതുവെ നാട്ടിലൊരു സംസാരമുണ്ട്. ആ വിഭാഗത്തിന് പോലും ടീച്ചറെ എതിർക്കുന്നു എന്ന് വരുമ്പോൾ അതൊരു വലിയ ആയുധമാണല്ലോ. ഈ നുണയും ലോകം ചുറ്റി വന്നു. സത്യം ചെരുപ്പിട്ടിറങ്ങി. പരാതി കൊടുത്തത് CPM അല്ല, മർക്കസ് പരാതി കൊടുത്തു. അന്വേഷിച്ചു, പ്രതിയെ പിടിച്ചു. UDFകാരൻ, എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരൻ. ഈ രണ്ട് പ്രചരണവും എന്തിനു വേണ്ടിയായിരുന്നു? ടീച്ചർ കടുത്ത മുസ്ലിം വിരുദ്ധയാണ് എന്ന് പ്രഖ്യാപിക്കാനാണ്. അതിനിടയിലാണ്, അതിനുശേഷമാണ് ഏറ്റവും വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങുന്നത്. ടീച്ചർ കാഫിറാണ്, ഷാഫി ദീനിയാണ്. ഈ പ്രചരണവും വന്നപ്പോ, നേരത്തെയുള്ള പ്രചരണങ്ങൾ വന്നപ്പോ LDFകാർ അത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ടും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ ആളുകളും ഇടതുപക്ഷത്തിന്റെ നേതാക്കളുമാണ്. പക്ഷേ ഈ സാധനം നേരെ തിരിച്ചിട്ടാണ് പ്രചരണത്തിന് പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം ഉപയോഗിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരിറക്കിയതാണ്, ഇടതുപക്ഷക്കാരിറക്കിയതാണ് എന്ന വാദമായിരുന്നു. അന്വേഷണം എവിടെയും എത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുനരന്വേഷണം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാഫിർ എന്ന പ്രയോഗത്തിന്റെ വാക്കർത്ഥം എന്താണ്? മതനിഷേധി. ആദ്യത്തെ വീഡിയോയും മർക്കസിന്റെ പേരിൽ വന്ന ആ പ്രസ്താവനയും എന്തിനായിരുന്നു? ടീച്ചറെ മതവിരോധിയാക്കാൻ, കാഫിർ എന്നാക്കാൻ. ഈ കാഫിർ എന്ന വിളിക്ക് ഒരു പേറ്റന്റ് ഉണ്ട്. ആ പേറ്റന്റ് മുസ്ലിം ലീഗിന് മാത്രമാണ്. കോൺഗ്രസിന് ഓർമ്മയുണ്ടോ എന്നറിഞ്ഞൂടാ. KPCCയുടെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ മദിരാശി അസംബ്ലിയിലേക്ക് മത്സരിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമായി ഇന്നത്തെ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത തലശ്ശേരിയിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വന്നപ്പോ അദ്ദേഹത്തെ ലീഗ് വിളിച്ചത് നീ കാഫിറാണെന്ന്. ചെരുപ്പുമാല കഴുത്തിലിട്ട് മുഖത്തേക്ക് കർക്കിച്ചു തുപ്പി ലീഗ് ആർത്തു വിളിച്ചു, നീ കാഫിറാണ്, മതനിഷേധിയാണ്. ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളും കൃത്യമായി ചെയ്ത, 5 നേരവും നമസ്കരിക്കുന്ന, പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്ത, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്ത, റമളാൻ മാസത്തിൽ മാത്രമല്ല ആഴ്ചയിൽ 2 ദിവസവും നോമ്പ് നോറ്റിരുന്ന കൃത്യമായ ജീവിത ചിട്ടയോടുകൂടി നീങ്ങിയ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കാഫിർ എന്ന് വിളിച്ചത് ലീഗാണ്. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ പോയി നോക്ക്. മലബാറിലൊക്കെയും മുസ്ലിങ്ങളായ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായാൽ അവരെ കാഫിർ എന്ന് വിളിക്കും. മുസ്ലിങ്ങളായ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമില്ല, ആര്യാടൻ ഏറ്റവും കൂടുതൽ. ആര്യാടൻ മുഹമ്മദ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ എതിർത്തയാളാണ്. മുസ്ലിം ലീഗ് വർഗീയവാദി എന്ന് പറഞ്ഞ ആളാണ്. ആ ആര്യാടനെ 1000 വട്ടം കാഫിർ എന്ന് വിളിച്ചിട്ടുള്ളത് ഇതേ ലീഗാണ്. ഈ ഇന്ത്യയിലും കേരളത്തിന്റെയും രാഷ്ട്രീയ ചരിത്രമെടുത്ത് നിങ്ങൾ എവിടെ പരിശോധിച്ചാലും
മറ്റുള്ളവരെ കാഫിർ എന്ന് വിളിച്ച ഒറ്റ പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണം നടക്കണം. ടീച്ചറെ നേരത്തെ ഒരു വീഡിയോയിലൂടെയും ഒരു നോട്ടീസിലൂടെയും മതവിരോധിയാക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് കാഫിർ എന്ന മതവിരോധി എന്നർത്ഥം വരുന്ന കാഫിർ പ്രയോഗം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടീച്ചർ പറഞ്ഞതുപോലെ അന്വേഷണം നടക്കട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കട്ടെ, സത്യം വെളിപ്പെടട്ടെ.